ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? രാവിലെ തന്നെ നമുക്ക് മുറ്റം തൂത്താലോ എന്നാ? ആ, നിങ്ങളുടെയൊക്കെ ഗാർഡനൊക്കെ നിങ്ങൾ തൂത്ത് കഴിഞ്ഞാണല്ലോ അല്ലേ? ഞാൻ എപ്പോഴും താമസിച്ചാണ് ചെയ്യുന്നത്. ഞാൻ 9 ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ മുറ്റം തൂത്ത്. പിന്നെ കൂടുതൽ സമയം അമ്മയാണ് തൂക്കുന്നത്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ തൂക്കാറുള്ളത്. അല്ലെങ്കിൽ അമ്മയാണ് കേട്ടോ തൂക്കുന്നത്. പിന്നെ എനിക്കിടയ്ക്ക് മടിയാണ്, ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ വേറെ ഏതൊരു ദിവസമാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പിന്നെ ഗാർഡനിൽ മാത്രമേ ഞാൻ തിരിഞ്ഞു നോക്കുകയുള്ളൂ. ഇപ്പം ആ മുട്ടിൻ്റെ അവിടെ എന്താ കീറിയിരിക്കുന്നതെന്ന് ഇപ്പം ഞങ്ങൾ വിചാരിക്കും. അത് ഞാൻ വീണപ്പോൾ കീറിയതാണ് കേട്ടോ. അങ്ങനെ ഞാനൊന്ന് വീണതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കീറിച്ചയൊക്കെ കീറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എല്ലാ മുക്കും മൂലയും സഹിതം ഞാൻ തൂത്ത് വരില്ലേ അമ്മേനെ ഓടിക്കുന്നു. നമ്മൾ ഒരു പണി ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ആ പണി ഫുൾ പൂർത്തീകരിക്കണം എന്ന് മാത്രം. പിന്നെ എനിക്ക് ഇടയ്ക്കൊക്കെ ഗാർഡനിലേക്ക് ഇറങ്ങാനും മടിയാണ്, പക്ഷെ ഞാൻ എന്നാലും ഗാർഡനിൽ ഇറങ്ങും. മുറ്റം തൂത്തില്ലെങ്കിൽ ഗാർഡനിൽ ഇറങ്ങാറുണ്ട് കേട്ടോ. പിന്നെ ആർക്കല്ലേ ഇഷ്ടമില്ലാത്ത ഗാർഡനിലേക്ക് ഇറങ്ങാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗാർഡനിൽ എല്ലാ ദിവസവും ഇറങ്ങുകയാണെങ്കിൽ അത്രയ്ക്ക് ഹാപ്പിനെസ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ വേണ്ടിയിട്ട് തൂത്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ ക്യാമറയുടെ അവിടെ ഇട്ട് കുറച്ച് ഈ കരിയിലുണ്ടായിരുന്നു കേട്ടോ, അതായിരുന്നു. പിന്നെ കുറേ കരിയിലുണ്ട്. ആ കല്ലുള്ള ഭാഗത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ കരിയില കാണാറുള്ളത്. പിന്നെ ഓരോ വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അതും നോക്കി. പിന്നെ കുറേ ഗാർഡനിലേക്ക് നോക്കി. ഇങ്ങനെയൊക്കെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ തൂക്കുന്ന ചിലവർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്കെന്നാൽ ഇട ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ ഇഷ്ടമുള്ളത്. ഗാർഡനിലുള്ള നല്ല ചെടികളും എല്ലാ ചെടികളും എല്ലാ ചെടികളും നല്ല ഉഷാറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ചെടി നല്ല ഹെൽത്തായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മ അടുത്തുനിന്ന് വാഴ ഓടിക്കാൻ പോയി. പിന്നെ ഞാൻ അതും അങ്ങ് തൂത്ത് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ നമ്മുടെ ഗാർഡൻ ഇന്നും എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ടട്ടിൽ വൈൻ ഇങ്ങനെ വെച്ചേക്കുന്നതാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ നമ്മുടെ എല്ലാ ടട്ടിൽ വൈൻസും നല്ല രീതിയിൽ നിൽപ്പുണ്ട്. ഈ ഇലയൊന്ന് കീറിപ്പോയി, അപ്പോൾ ഞാൻ പേടിച്ച് പോയി വല്ല പുഴുവിൻ്റെ അകത്തുണ്ടോ എന്ന്. അത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അതാണെങ്കിൽ ഞാൻ അത് കൂട്ട് പോട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എണ്ണം റിപ്പോർട്ട് ചെയ്തു. പിന്നെ കുറേ എണ്ണം കടയിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളിപ്പോൾ പുറത്ത് വെച്ചിട്ടില്ല. ഞങ്ങൾ എന്താ ചെയ്യുക, അതിപ്പോൾ ഇച്ചിരി കൂടെ പിടിച്ചിട്ട് ഞങ്ങൾ പുറത്ത് വെക്കുന്നത്. എല്ലാ ഹാങ്ങിങ് പ്ലാന്റ്സും ഹാങ്ങിങ് അല്ലാത്ത പ്ലാന്റ്സും നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അതിനെനിക്ക് വളരെ സന്തോഷം. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു പ്ലാന്റാണ് കേട്ടോ. എൻ്റെ വേര് അടിയിലേക്കാണ് പോകുന്നത്. തൈകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ കയ്യിൽ ഇത് കൂട്ട് കുറേ തരം പ്ലാന്റ്സ് ഉണ്ട്. സ്നേക്ക് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് നിൽപ്പുണ്ട്. വിങ്കാറോസ് പിന്നെ പറയേ വേണ്ട, പൂക്കളെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ ഞാൻ കുറേ നേരം ഊഞ്ഞാലാടുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമാണ്. ഹാപ്പിനെസ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഞാനെന്നാൽ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ എങ്കിൽ എല്ലാവർക്കും ടാറ്റ ബൈ.